മലയാളത്തിൽ നിരവധി റിയാലിറ്റി ഷോകൾ ഉണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ ജനപ്രിയമായി നിലനിൽക്കുന്നത് ബിഗ് ബോസ് ആണ്. 2018 ജൂലൈയിലാണ് ആദ്യ സീസൺ ബിഗ് ബോസ് സംരക്ഷണം ചെയ്തു തുടങ്ങിയത്. അന്ന് എല്ലാ ദിവസവും ഏഷ്യാനെറ്റിൽ എപ്പിസോഡുകൾ 1 മണിക്കൂർ സംരക്ഷണം ചെയ്യുന്ന രീതിയിലായിരുന്നു. 4ാം സീസണിലേക്ക് എത്തിയപ്പോൾ ഹോട്ട്സ്റ്റാർ ലൈവ് സ്ട്രീമും തുടങ്ങി. അതോടെ ബിഗ് ബോസ് വൻ വളർച്ചയായിരുന്നു. ലൈവ് സ്ട്രീമിംഗ് തുടങ്ങിയ ശേഷം ബിഗ് ബോസിന് കാഴ്ചകൾ വർദ്ധിച്ചു, കാഴ്ചക്കാരും വർദ്ധിച്ചു. അതുവരെ ബിഗ് ബോസ് മലയാളം 7 സീസൺ സംരക്ഷണം ചെയ്തത് ഹോട്ട്സ്റ്റാർ തന്നെയാണ്. മോഹൻലാലാണ് അവതാരകൻ. 7ാം സീസണിലെ അവസാനിച്ചിട്ട് അധിക നാളായിട്ടില്ല. എന്നാൽ അതിനുള്ളിൽ തന്നെ 8ാം സീസണിനെ കുറിച്ചുള്ള ചർച്ചകൾ ബിഗ് ബോസ് പ്രേക്ഷകരിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇതാ വരാനിരിക്കുന്ന 8ാം സീസണുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിൽ മല്ലു ടോക്സ് നിരവധി പങ്കിട്ട വിവരങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. വരുന്ന ജൂണിലോ ജൂലൈയിലോ മാത്രമേ 8ാം സീസൺ ആരംഭിക്കാൻ സാധ്യതയുള്ളൂ എന്നും രേവതി പറയുന്നു. ബിഗ് ബോസിന്റെ 7ാം സീസൺ കഴിഞ്ഞിട്ട് 3 മാസം ആയതേ ഉള്ളൂ. അതിനിടയിൽ തന്നെ 8ാം സീസണിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങി. പണ്ടൊക്കെ വിഷു, പെരുന്നാൾ സമയത്തായിരുന്നു ബിഗ് ബോസ് തുടങ്ങുന്നത്. കഴിഞ്ഞ സീസൺ ഓണവും ദീപാവലിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴാണ് നടക്കുന്നത് എന്ന് പോലും ആരും ഓർക്കുന്നില്ല. പുലിക്കളി വൈറലായതോടെയാണ് അതുമാത്രം ഓർമ്മയുള്ളത്. 8ാം സീസൺ ആരംഭിക്കാൻ തുടങ്ങി ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു. പങ്കെടുക്കാനുള്ള സെലിബ്രിറ്റീസ് ഒക്കെ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചു തുടങ്ങിക്കാണും. കഴിഞ്ഞ സീസൺ വരാത്തവരെ ബിഗ് ബോസിൽ നിന്ന് 1 മുതൽ അവരെ അപ്രോച്ച് ചെയ്യുന്ന സെലിബ്രിറ്റികളെല്ലാം തന്നെ വിളിച്ചു തുടങ്ങിക്കാണും. പുതിയ ലിസ്റ്റിൽ ബിഗ് ബോസ് ടീമിലെ തന്നെ ഒരുപാട് പേരും കാണും. സമ്മർ വെക്കേഷനിൽ 8ാം സീസൺ ആരംഭിക്കും എന്നത് കുറച്ചും കൂടി നല്ലത്. വെക്കേഷൻ സമയമാണ്. ജൂൺ, ജൂലൈ മാസങ്ങളിൽ സ്കൂൾ തുറക്കുന്നതിൻ്റെ തിരക്കായിരിക്കും. ബിഗ് ബോസ് മലയാളത്തിൽ സ്വന്തമായി സീറ്റുണ്ട്, പക്ഷേ അത് അപൂർണമാണ്. സ്വിമ്മിംഗ് പൂളില്ല, ജിമ്മില്ല. ലാലേട്ടൻ്റെ ഷൂട്ട് നടന്ന തമിഴ് ബിഗ് ബോസ് സെറ്റിലാണ്. സ്വന്തമായിട്ട് സ്റ്റേജുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ ലൈവ് നമുക്ക് മിസ്സാകാറുമുണ്ട്. ശനിയാഴ്ചയും ഞായറാഴ്ചയും ലൈവില്ല. എല്ലാ സൗകര്യങ്ങളും കൂടിയ സെറ്റ് അടുത്ത സീസണിൽ വന്നാൽ നന്നാകുമെന്ന് രേവതിയും പറയുന്നു. സീസൺ 8മായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടങ്ങിയ വീഡിയോയ്ക്ക് താഴെ വന്ന ഏറെ കമൻറ്റുകളും CJ റോയുമായി ബന്ധപ്പെട്ടതായിരുന്നു. കോടികൾ ആസ്തിയുള്ള കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയ് ബിഗ് ബോസ് ഷോയുടെ ഒരു പ്രധാനപ്പെട്ട സ്പോൺസർ കൂടിയായിരുന്നു. പല സീസണിലും വിജയിച്ച മത്സരാർത്ഥിക്ക് ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ആയിരുന്നു. മെയിൻ സ്പോൺസർ മരിച്ചു. ഇനി ബിഗ് ബോസ് മലയാളം ഉണ്ടാകുമോ എന്നായിരുന്നു ഏറെയും ചോദ്യങ്ങൾ. 7ാം സീസണിലെ ഫൈനലിസ്റ്റുകളെ ഒരാളായ അനീഷിന് 10 ലക്ഷം രൂപ റോയ് അടുത്തിടെയാണ് സമ്മാനിച്ചത്. അന്നത് വലിയ കാര്യമായെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു.